അപ്പോൾ അബുൽ ഇൽമൈൻ എന്ന് വായിച്ചത് തെറ്റാണ് പോൽ. നമുക്ക് നോക്കാം എന്താണ് ഇമാമുകൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞതെന്ന്. മൗലവി തന്നെ പറയട്ടെ. റിഫായി ശൈഖിന്റെ വലിയ മഹത്തായിട്ട് നമ്മളെ മശായിഖന്മാരെ സദസ്സിലൊക്കെ ഇരുന്ന ആൾക്കാർ ഇത് എത്രയോ കേട്ടിട്ടുണ്ടാവും. വലിയ ഇവരാണ് ആര്? അതിബ്ബാഉൽ ഖുലൂബ്. കണ്ടില്ലേ ഈ മൗലവിന്റെ വിവരക്കേട്? ആ വിവരക്കേടാണ് വലിയ ഒരു മഹത്തായിട്ട് പറയുന്നത്. ഇവരെ മശായിഖന്മാരെന്ന് പറയുന്ന ആ മൗലവിമാരെ സദസ്സിൽ പോയിരുന്നാല് അബുൽ അലമൈന് മാത്രം കേൾക്കും, അബുൽ ഇൽമൈന് കേൾക്കൂല. കാരണം അത് അറിയൂല. അറിഞ്ഞെങ്കിലല്ലേ മൗലവി അത് കേൾക്കാൻ കഴിയുള്ളൂ. അവർക്ക് പറയണമെങ്കിൽ അറിയണ്ടേ? കിതാബ് നോക്കി പഠിച്ചാലല്ലേ വിവരം കിട്ടുള്ളൂ. ആ വിവരമില്ലായ്മയല്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ അലങ്കാരം എന്ന് പറയുന്നത്. അപ്പോ ഈ അറിവില്ലായ്മയും അഹങ്കാരവും ചേരാം. എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ? എന്താണ്? ബത്തറുൽ ഹഖ് വഅംതുന്നാസ്, സത്യം മൂടിവെക്കുകയും ജനങ്ങളെ നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്നതിനാണ് കിബർ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട കുട്ടൂക്കർ ഉസ്താദിനെ പോലുള്ള വലിയ വലിയ ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുക, അതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരായ ഉലമാഇനെ നിസ്സാരപ്പെടുത്തുക, അത് കിബറിന്റെ അടയാളമാണ്. ആ കിബറാണ് താങ്കളിൽ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഹാന്മാരായ നമ്മുടെ ഉലമാ കിതാബ് മറിച്ച് വായിച്ച് വിശദീകരിക്കുന്ന ഒരു കാര്യം, ആ കിതാബിൻ്റെ പുറംചട്ട പോലും കാണാൻ ഭാഗ്യമില്ലാത്ത ഈ മൗലവി വന്ന് അതിനെ പരസ്യമായി അവഹേളിക്കുകയാണ്. പരസ്യമായിട്ട് അവഹേളിക്കുകയാണ്. കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചുകൂടെ മൗലവി? അതിനുള്ള ഒരു ഈമാനെങ്കിലും കാണിച്ചുകൂടെ താങ്കൾക്ക്? അബുൽ അലമൈനി എന്ന് കണ്ടിട്ടുണ്ട്, അബുൽ ഇൽമൈനി എന്ന് എവിടെയെങ്കിലും ഉണ്ടോ എന്ന ഒരു അന്വേഷണം നടത്തിക്കൂടായിരുന്നോ? അറിവില്ലായ്മയുടെ മരുന്ന് എന്ന് പറയുന്നത് അന്വേഷണമാണ്, പഠനമാണ്. ആ പഠിക്കാൻ തയ്യാറായിക്കൂടായിരുന്നോ താങ്കൾക്ക്? അതിന് പകരം അങ്ങനെ ഒന്നില്ല, അബുൽ ഇൽമൈനി എന്ന് ആ സ്ഥാനപ്പേരിനെ വായിക്കാൻ പാടില്ല. അങ്ങനെ വായിക്കുന്നത് മഹാവിഡിത്തമാണ്. എന്നിട്ട് തസവുഫിനെ കുറിച്ച് ഒന്നും അറിയാത്തവരാണ് എന്നൊക്കെ പറയുന്നത് അറിവുകേടിന്റെ ആഴമല്ലേ കാണിക്കുന്നത്? മഹാന്മാരായ ഇമാമുകളൊക്കെ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇബാറത്തടക്കം വായിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ വിവരമില്ലായ്മ ഒരു അലങ്കാരമാക്കി കൊണ്ട് നടക്കാൻ പാടുണ്ടോ? ഒന്ന് കേട്ടു നോക്കുങ്ങൾ ഇന്നലത്തെ പ്രസംഗം. അങ്ങനെ ഇതെന്താ അബുൽ ഇൽമൈൻ എന്നാണ് പേര്. ഈ അബുൽ ഇൽമൈൻ എന്നുള്ള പേര് ആര് കൊടുത്തതാണ്? അവിടത്തെ ഷെയ്ഖുണ്ട്, ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെ ഷെയ്ഖ് അബുൽ ഫളുൽ അലിയുൽ വാസുത്തി എന്നുള്ളവരാണ് അവരുടെ പ്രധാന ഷെയ്ഖ്. അവിടത്തെ ഖാലുണ്ട്, അമ്മാവൻ. അപ്പൊ അവിടുത്തെ ഷെയ്ഖ് കൊടുത്ത പ്രധാന പേരാണ് അബുൽ ഇൽമൈൻ. എന്ത് ഇൽമൈൻ? എന്താ റിഫായി ഷെയ്ഖിന്റെ സ്ഥാനപ്പേര്? അബുൽ അലമൈൻ. അതല്ലേ നമ്മൾ പാടുന്നത്? എന്ത് അബുൽ ഇൽമൈൻ? ഇയാൾ കണ്ടിട്ടില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇയാൾ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്ന ഒരാൾ അക്കൂട്ടത്തിലുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടുപ്പുങ്കല്ലുകൾ മാത്രമാണല്ലോ ഈ മൈക്കിന്റെ മുമ്പിൽ കാണുന്നത്. അപ്പുറത്ത് കുറെ ആളുകൾ കുപ്പായക്കെട്ട് ഇങ്ങനെ ആ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കാറുണ്ട്. ആ സ്റ്റേജ് മാത്രമേ കാണുള്ളൂ, പുറത്ത് സദസ്സ് കാണൂല, കാരണം ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു 5-8 അവിടെ ഇങ്ങനെ ഇരിക്കും, എപ്പോഴും കുപ്പായൊക്കെ മാറ്റി ഇങ്ങനെ വന്നിരിക്കും. പക്ഷെ അറ്റിങ്ങൾക്ക് മൈക്ക് കൊടുക്കൂല. അങ്ങനത്തെ ഏതോ ഒരുത്തൻ ഈ നൗഷാദിനെ നന്നായിട്ട് കുരങ്ങ് കളിപ്പിക്കുന്നുണ്ട്. നൗഷാദിന് അറിവില്ല, അയാൾക്ക് കിതാബ് തിരിയൂല, ഫീലും ഫായിലും തിരിയൂല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ നൗഷാദിനെ നന്നായിട്ട് പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്. കാരണം ഈ മഹാമണ്ഡത്തരം എഴുന്നള്ളിച്ചാൽ നമ്മൾ നന്നായിട്ട് പിടിച്ച് കൈകാര്യം ചെയ്യും എന്ന് നന്നായിട്ട് അറിയുന്ന ഒരുത്തൻ നൗഷാദിനെ കുരങ്ങ് കളിപ്പിക്കുന്നുണ്ട്. അത് ഏതായാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നൗഷാദ് ആണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും കാട്ടാൻ പാടില്ല. നൗഷാദ് നിങ്ങളെ കൂട്ടത്തിൽ ഒരു ജാഹിലാണ് എന്ന് കരുതി നൗഷാദിനെ ഇങ്ങനെ ഈ രൂപത്തിൽ വട്ടം കറക്കാൻ പാടില്ല. ഇടിവെട്ടിയവന്റെ മേൽ പാമ്പും കടിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ ആകാൻ പാടില്ലല്ലോ. നൗഷാദ് പണ്ടേ നമ്മുടെ ഉലമ എല്ലാം മാറ്റി പുറത്താക്കി അവന്റെ ദീനും ദുനിയാവും ഒക്കെ നശിച്ചു പോയവനാണ്. അങ്ങനെ നശിച്ചു പോയി നിൽക്കുന്ന ഒരുത്തനെ ഇങ്ങനെ പിന്നെയും കുരങ്ങ് കളിപ്പിക്കാൻ പാടുണ്ടോ? പാടില്ല. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അറിവില്ലായ്മ എന്നത് ഒരു
കുറ്റമല്ല. പക്ഷേ ജഹിൽ മുറക്കബാകാൻ പാടില്ല. അറിയാത്ത കാര്യം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മനസ്സിലാക്കി വെക്കുന്നതിനാണ് ജഹിൽ മുറക്കബ് എന്ന് പറയാം. സങ്കീർണമായ അജ്ഞത. ആ സങ്കീർണ അജ്ഞതയിലാണ് നൗഷാദ് ഉള്ളത്. ഏറ്റവും ചുരുങ്ങിയത് അറിയില്ല എന്ന വിവരെങ്കിലും വേണ്ടേ? നിസ്ഫുൽ ഇൽമി ലാ അദ്രി എന്നല്ലേ മൗലവിയും? കിതാബ് തിരിയാതെ നൗഷാദെ ആരാ നിന്നോട് ഈ പണിക്ക് നിൽക്കാൻ പറഞ്ഞത്? ഞങ്ങൾ വലിയ വലിയ ഉലമാ പറഞ്ഞ വിഷയം അവരൊരു കിതാബിൻ്റെ ഇബാറത്ത് വായിച്ചാൽ അത് 100 കണക്കിന് കിതാബുകളിൽ ഉണ്ടാകുന്ന ആദ്യം മനസ്സിലാക്കി വെക്കണം. നീ അവർ കണ്ട കിതാബിൻ്റെ പുറംചട്ട പോലും കണ്ടിട്ടില്ല താങ്കൾ. എന്നിട്ട് ഞങ്ങളുടെ ഔദ്യോഗികമായ തസവൂഫ് സമ്മേളനം ഇവിടെ കേരളക്കരയിൽ പ്രൗഢമായ എത്ര സമ്മേളനം നടന്നു. ഈ കഴിഞ്ഞ കുറഞ്ഞ കാലയളവിനുള്ളിൽ എത്ര സമ്മേളനം നടന്നു? ഫിഖ്ഹ് സമ്മേളനം നടന്നു, തഫ്സീർ സമ്മേളനം, ഖുർആൻ സമ്മേളനം നടന്നു, ഹദീസ് സമ്മേളനം നടന്നു, തസവൂഫ് സമ്മേളനം നടന്നു. ഇങ്ങനെ ഗഹനമായ വിഷയാവതരണത്തോടുകൂടെ പ്രൗഢമായ സമ്മേളനം സംഘടിപ്പിക്കാൻ നല്ല കനപ്പെട്ട ഉലമാക്കൾക്കല്ലാതെ സാധിക്കൂല. അങ്ങനെ തസവൂഫ് സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് താങ്കളുടെ ഈ പരിമിതമായ അറിവ് വെച്ചിട്ട് അറിവില്ലായ്മ അലങ്കാരമാക്കിയ താങ്കൾ ഞങ്ങളെ മഹത്തുക്കളായ ഉലമാഇനെ ഇങ്ങനെ അവഹേളിക്കാൻ താങ്കളുടെ മനസ്സിലുള്ള അഹങ്കാരമല്ലേ പ്രചോദിപ്പിച്ചിട്ടുണ്ടാവുന്നത്? ആര് പറഞ്ഞു കിതാബ് അറിയാതെ ഈ പണിക്ക് നിൽക്കാൻ? നോക്കിക്കോ, കിതാബ് ബഹുമാനപ്പെട്ട റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറയുന്ന കിതാബാണ്. എത്ര കിതാബ് വേണം? എത്ര കിതാബ് വേണം? നിന്ന നിൽപ്പിൽ എനിക്ക് നിരവധി കിതാബുകൾ വായിക്കാൻ കഴിയും. നോക്ക്, ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം പറയാം. വകാന ശൈഖ് അബുൽ ഫضൽ അലിയുൽ വാസിതി, ബഹുമാനപ്പെട്ട ശൈഖ് അബുൽ ഫضൽ അലിയുൽ വാസിതി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവർ മുഹദ്ദിസൻ വശൈഖൻ ഫീ സമാനിഹി, തൻ്റെ കാലഘട്ടത്തിലെ വലിയ മുഹദ്ദിസും വലിയ ശൈഖുമായിരുന്നു. ഖദ് അജാസൽ ഇമാം അഹ്മദ് റിഫാഇ വഹുവ ഫിൽ 20 മിൻ ഉംരിഹി, 20 വയസ്സ് പ്രായമായപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫാഇ ഷെയ്ഖ് തങ്ങൾക്ക് ഇജാസത്ത് നൽകി. ഇജാസത്തൻ ആമ്മത്തൻ ബിക്കുല്ലി ഉലൂമി ശരീഅ, ആമായ ഇജാസത്ത്. ആമായ ഇജാസത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ സ്വന്തം ജീവിതത്തിൽ നൽകാനുള്ള ഇജാസത്ത് നൽകും. ഖാസ്വായ ഇജാസത്ത്, ആമായ ഇജാസത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാം, അതോടൊപ്പം മറ്റുള്ളവർക്ക് ആ ഇജാസത്ത് നൽകുകയും ചെയ്യാം. അങ്ങനെയുള്ള ആമായ ഇജാസത്ത് നൽകി. ബിക്കുല്ലി ഉലൂമി ശരീഅത്തി വത്വരീഖത്തി, ശരീഅത്തിൻ്റെയും ത്വരീഖത്തിൻ്റെയും ഇൽമ്, ഇത് രണ്ടും മേളിച്ചതുകൊണ്ട് റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു 20 വയസ്സായപ്പോൾ തന്നെ അവിടുത്തെ ശൈഖ് ഇജാസത്ത് നൽകി. വലഖബഹു ബി അബിൽ ഇൽമൈൻ, ബഹുമാനപ്പെട്ടവർക്ക് ലഖബ് ആലം നൽകി. എന്താണ്? ബി അബിൽ ഇൽമൈൻ, അബുൽ ഇൽമൈൻ എന്ന സ്ഥാനപ്പേര് നൽകി. അബുൽ ഇൽമൈൻ എന്ന് പറഞ്ഞാൽ അയല്ലാഹിരി വൽ ബാത്തിനി, ബാഹ്യമായ അറിവും ആന്തരികമായ അറിവും നൽകി. വലാകിന്നഹും ഇസ്തസ്ഹലൂഹാ വഖാലു അബുൽ ആലമീൻ, അബുൽ ആലമീൻ എന്നും പണ്ഡിതന്മാരെ ആ പേരിനെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ലാക്കിന്നൽ അസുല, പക്ഷേ അസുല് അടിസ്ഥാനപരമായി അബുൽ ഇൽമൈൻ എന്നാണത് വായിക്കൽ. എന്താ കാരണം? ലിഅന്ന മഅഹു ശരീഅത വൽ ഹഖീഖത, ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ ഹഖീഖത്തിൻ്റെയും ശരീഅത്തിൻ്റെയും 2 ഇൽമുമുണ്ട്. വമഅഹു ളാഹിറു വമഅഹു ളാഹിറ വൽ ബാത്തിന, അതോടൊപ്പം ളാഹിറായ ഇൽമും ബാത്തിനായ ഇൽമും ബഹുമാനപ്പെട്ട റിഫാഇ ശൈഖ് തങ്ങളുടെ സമീപമുണ്ട്, അവിടെ നിന്ന് നേടിയിട്ടുണ്ട്. വകാന മുഹദ്ദിസൻ ഫഖീഹൻ മുഫസ്സിറൻ സൂഫിയൻ വഖാരിഅ, ബഹുമാനപ്പെട്ട റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ ഹദീസ് പണ്ഡിതനായിരുന്നു, ഫഖീഹായിരുന്നു, അതുപോലെ തഫ്സീറിൻ്റെ മേഖലയിൽ അവഗാഹം നേടിയ പണ്ഡിതനാണ്. അതോടൊപ്പം ആധ്യാത്മിക മേഖലയിൽ വലിയ ചക്രവാളങ്ങൾ കീഴടക്കിയ സൂഫിയായിരുന്നു. വഖാരിഅൻ, വിശുദ്ധ ഖുർആൻ തജ്വീദ് പ്രകാരം ഓതാൻ കഴിവുള്ള ആ ഖിറാഅത്തിൻ്റെ ഉലൂമുകളെല്ലാം സമ്മേളിച്ച, അപ്പോൾ എല്ലാ അറിവുകളും നേടിയ മഹാപണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ തസവ്വുഫിൻ്റെ ഇൽമും ബാത്തിനിയായ ഇൽമും ളാഹിരിയായ ഇൽമും എല്ലാം ഒരുമിച്ച് കൂടിയതുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് പേര് നൽകിയതാണ് അബുൽ ഇൽമൈൻ. ഇത് റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറയുന്ന കിതാബിലുണ്ട്. എവിടെന്നാണ് ഔഷാദെ നീ ചരിത്രം പഠിച്ചത്? എവിടെന്നാണ് ഈ തസവ്വുഫ് പഠിച്ചത്? ആരാ താങ്കൾ ഈ കോലത്തിൽ വിഡ്ഢി വേഷം കെട്ടിക്കുന്നത്? ആരാ?
താങ്കൾക്ക് അറിവില്ല എന്ന് നന്നായി അറിയുന്ന ഒരാളെ കൂട്ടത്തിൽ നിന്ന് താങ്കളെ ഈ വിഡ്ഢിവേഷം കെട്ടിപ്പിക്കുന്നു സ്ഥിരമായിട്ട്. എന്തിനതിന് നിന്നുകൊടുക്കണം? എന്തിന് ഇങ്ങനെ വഷളാകാൻ പോകണം? കിതാബ് കണ്ടിട്ടില്ലെങ്കിൽ മിണ്ടാതിരുന്നാ പോരെ മൗലവി? ഞങ്ങളെ ഉലമാഇനെ ചോദ്യം ചെയ്യാൻ താങ്കൾ വളർന്നിട്ടില്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൂടെ മൗലവി? ഇങ്ങനെയുണ്ടാകുമോ ഒരറിവുകേട്? റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാത്തവരാരാണുണ്ടാവുക? മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളുടെ ചരിത്രം അറിയാത്തവരാരാണ്ടാവുക? ചെറിയ വായനയുള്ളവർക്ക്, ചെറിയ ചരിത്രബോധമുള്ളവർക്ക് ആ കാര്യമില്ലേ? ആ കാര്യം അറിയില്ലേ? റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്ന എല്ലാ കിതാബുകളിലും ഇമാമുകൾ ഈ ചർച്ച കൊണ്ടുവന്നിട്ടില്ലേ? അവിടുത്തെ ലഖബലമ് അത് അബുൽ ഇൽമൈനി എന്നും വായിക്കാം, അബുൽ അലമൈനി എന്നും വായിക്കാം. അതിൻ്റെ പ്രത്യേകമായ കാരണങ്ങളും അവിടെ വിശദീകരിച്ചിട്ടില്ലേ? ഇത് വിശദീകരിക്കാതെ ഈ രണ്ട് ഭാഗവും, അബുൽ അലമൈനി എന്ന ഭാഗവും അബുൽ ഇൽമൈനി എന്ന ഭാഗവും വിശദീകരിക്കാതെ പോയ ആരാളുള്ളത്? നോക്കൂ നിങ്ങൾ, എത്ര കിതാബുകളിൽ കാണാം ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് നൽകിയ അബുൽ ഇൽമൈൻ, അബുൽ അലമൈൻ ഈ രണ്ട് രൂപത്തിലും ആ പേര് വായിക്കാമെന്ന് വിശദമായിട്ട് പറയുന്നു. സുമ്മിയ ബി അബുൽ അലമൈൻ ലിഅന്നഹു റഫഅ ലിവാ അൽ ഗൈസിയ്യത്തി മറത്തൈൻ. ബഹുമാനപ്പെട്ടവര് ലിവാ ഉൽ ഗൈസിയ 2 പ്രാവശ്യം അവിടെ നിന്ന് ഉയർത്തിയിട്ടുണ്ട്. അബുൽ ആലമീൻ എന്ന പേര് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുന്നു. അതിനുശേഷം അബിൽ മുറാദു ബി അബിൽ ഇൽമൈൻ, ആ പേര് മറ്റൊരു വീക്ഷണപ്രകാരം അബുൽ ഇൽമൈൻ എന്നാണ് അവിടുത്തെ പേര്. എന്താണ് കാരണം? ബി ഉലൂമിൻ നഫൂസി വ ഉലൂമിൽ ഖുലൂബി, ശാരീരികമായ ബാഹ്യമായ ഇൽമ് അവിടത്തേക്ക് ലഭിച്ചിട്ടുണ്ട്. വ ഉലൂമിൽ ഖുലൂബ്, ആന്തരികമായ തസവുഫിൻ്റെ ഇൽമും കിട്ടിയിട്ടുണ്ട്. വകിലൽ വജ്ഹൈനി ഖരീമുൻ ബിനിസ്ബത്തി ഇലൈഹി, ഈ 2 പ്രയോഗവും അഥവാ അബുൽ അലമൈനി എന്ന് വായിച്ചാലും അബുൽ ഇൽമൈനി എന്ന് വായിച്ചാലും ഇത് രണ്ടും ബഹുമാനപ്പെട്ട റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ വിദൂരമായി കാണേണ്ടതില്ല. രണ്ടും ബഹുമാനപ്പെട്ടവർക്ക് യോജിച്ചത് തന്നെയാണ് എന്ന് ഇമാമുകളൊക്കെ വിശദീകരിക്കുകയാണ്. റിഫായി ഷേഖ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയുന്ന എല്ലാ കിതാബുകളിലും അതുണ്ട്. ഡസൻ കണക്കിന് കിതാബ് പറയാൻ കഴിയും നമുക്ക്. പക്ഷേ ഈ മൗലവി ഏതെങ്കിലും ഒരു കിതാബ് നോക്കിക്കൂടെ മൗലവി താങ്കൾക്ക്? ഇങ്ങനെ വന്ന് വഷളാകാൻ നിൽക്കണോ? ഇത് പറയുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു കിതാബ് മറിച്ച് വായിച്ചുകൂടെ? കിതാബ് തിരിയുന്നവരൊന്നും അക്കൂട്ടത്തിൽ ഇല്ലെങ്കിൽ വന്നോ, ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് ഇനി ഈ ഇതുപോലുള്ള മഹാമണ്ടത്തരങ്ങൾ ആവർത്തിക്കല്ലേ. വൈജ്ഞാനിക കേരളത്തിന് വലിയ നാണക്കേടുണ്ടാക്കുന്നതാണിത്. അതുകൊണ്ട് അക്കൂട്ടത്തിലെ കോമാട്ട് ജാലിൽ അബ്ദുല്ലാക്ക് കിതാബ് അറിയൂല, അക്കൂട്ടത്തിലെ ഒരുത്തനും കിതാബ് അറിയൂല. അപ്പം ഇതൊന്നും അറിയൂലെങ്കിൽ ഇതുപോലുള്ള മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വന്നോ, പഠിപ്പിച്ചു തരാം, കിതാബ് ഓതി പഠിപ്പിച്ചു തരാം. അറിവില്ലായ്മക്കുള്ള മരുന്ന് അത് പഠിക്കൽ മാത്രമാണ് എന്ന് ഈ മൗലവിയെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തൊരു നാണക്കേടാണിത്! മഹാന്മാരായ ഞങ്ങളെ ആലിമീങ്ങൾ, ഞങ്ങളെ പണ്ഡിതന്മാർ, അവരുടെ മഹത്തായ ഇൽമ വെച്ചുകൊണ്ട് 100 കണക്കിന് കിതാബുകൾ മുത്വാല ചെയ്ത ഞങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ അവരുടെ ഇൽമ വെച്ചുകൊണ്ടൊരു കാര്യം പറയുമ്പോൾ അറിവില്ലായ്മയുടെ രാജാവായ താങ്കൾ അതിനെ ചോദ്യം ചെയ്യാൻ വന്നാൽ ഇതുപോലെ തന്നെയായിരിക്കും. മനസ്സിലായല്ലോ? അപ്പം അതുകൊണ്ട് അറിവില്ല എന്നത് ഒരു അലങ്കാരമായി കൊണ്ട് നടക്കരുത്.